ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസിൽ പ്രോബ്ലം നമ്പർ 10 ചെയ്യാണ്. ഇതിൽ രണ്ട് എക്സംഷനുകൾ വരുന്നുണ്ട്. 54Fഉം വരുന്നുണ്ട്, അതുപോലെ തന്നെ 54ECയും വരുന്നുണ്ട്. രണ്ട് എക്സംഷനുള്ള കോമ്പിനേഷനാണ് വരുന്നത്. അത് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ നേരത്തെ കൂട്ടി നിങ്ങളോട് പറഞ്ഞു മാത്രം. അതിൻ്റെ ഡിസ്കഷനാണ് നമ്മളിവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ 54AC എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സ്പെസിഫൈഡ്, അതായത് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ NHAI ആൻഡ് RECL, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ രണ്ട് കമ്പനികളുടെ ബോണ്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് 54EC പ്രകാരം എക്സംഷൻ കിട്ടും. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഒഴികെയുള്ള അസറ്റ്സ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ നെറ്റ് കൺസിഡറേഷൻ ഉപയോഗിച്ചിട്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നമുക്കതിന് ഈ പറഞ്ഞ 54F നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലം വായിച്ചെത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ എക്സംഷനുകളാണ് നമുക്ക് കിട്ടാമെന്നുള്ളത്. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. മഹേഷ് ഹാസ് ഗിവൺ ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അബൌട്ട് ദ സെയിൽ ഓഫ് അസറ്റ്സ് ഓൺ 1 March 2020. ഓക്കെ, തന്നിരിക്കുന്ന ഗോൾഡ് സെക്യൂരിറ്റീസ് പ്ലോട്ട് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഗോൾഡ് സെല്ലിംഗ് പ്രൈസ്, മൂന്നിൻ്റെയും സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3 lakh തന്നിട്ടുണ്ട്. ദെൻ 3 lakh, 2 lakh, 6 lakh. ദെൻ സെല്ലിംഗ് പ്രൈസ് 10,000, 5,000, 90,000. സെല്ലിംഗ് എക്സ്പെൻസ് മൂന്നിലുണ്ട്. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചതിന് ശേഷമുള്ള അമൗണ്ടാണ് നമ്മൾ നെറ്റ് കൺസിഡറേഷൻ പറയാം. മഹേഷ് ഓൺഡ് 1 residential house property on 1 March 2020 being the date of transfer of aforesaid assets. Okay, he has invested in the following assets after 31st March 2020 up to 31st July 2020 being the last date of furnishing the return of income for the assessment year 2020-21. Okay, bonds of National Highway Authority of India redeemable after 5 years 3 lakh. അപ്പോൾ 3 ലക്ഷം രൂപയാണ് NHAയിൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. ബോണ്ട്സ് ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓക്കെ, കോർപ്പറേഷൻ ലിമിറ്റഡ് redeemable after 5 years 2,40,000. ഇത് RECL അത് 2,40,000, NHAയിൽ 3 lakh. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ₹10 lakh. കാൽക്കുലേറ്റ് ദ ഇൻകം ടാക്സബിൾ അണ്ടർ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മൾ കോളങ്ങളൊക്കെ വരച്ചിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എഴുതി നമ്മൾ. എന്നിട്ട് അതിന് താഴെ നമ്മൾ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021 നമ്മൾ എഴുതി, ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. ദെൻ ഗോൾഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നു. സെല്ലിംഗ് പ്രൈസ്, ഗോൾഡിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര? 8 lakh ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 8 lakh. അതിനുശേഷം സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്? സെല്ലിംഗ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് 10,000 ആണ്. അപ്പോൾ 10,000 നമ്മൾ എഴുതുന്നു. 10,000 എഴുതിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 10,000 മൈനസ്, അപ്പോൾ 7,90,000 ആണ് അതിൻ്റെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അമൗണ്ട് 7,90,000. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ നെറ്റ് കൺസിഡറേഷൻ കേട്ടോ. ഇനി അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് നേരിട്ട് തന്നിട്ട് കാൽക്കുലേഷൻ ആവശ്യമില്ലല്ലോ. 3 lakh ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 lakh. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 lakh എഴുതുന്നു. 3 lakh മൈനസ് ചെയ്യുന്നു. അപ്പോൾ 7,90,000 നിന്നും 3 lakh മൈനസ് ചെയ്യുമ്പോൾ 4,90,000 ആണ് നമ്മൾ ഇവിടുത്തെ ക്യാപിറ്റൽ ഗെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 4,90,000. ഓക്കെ, അടുത്തത് സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെക്യൂരിറ്റീൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 4 lakh ആണ്. 4 lakh. ഓക്കെ, ഇനി അതിൻ്റെ സെല്ലിംഗ് എക്സ്പെൻസ് ബ്രോക്കറേജോ കമ്മീഷൻ അങ്ങനെ വല്ലതും 5,000 ആണ് അതിന്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ എത്ര വരും? 3,95,000 വരും. 3,95,000 ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നിരിക്കുന്നത് 2 lakh ആണ്. 2 lakh. ഓക്കെ, അപ്പോൾ 3,95,000 നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 2 lakh മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 1,95,000 വരും. അതിൻ്റെ ക്യാപിറ്റലിൽ വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ വരുന്നത് 1,95,000 ആണ്. സെക്യൂരിറ്റീസ് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത് പ്ലോട്ടാണ്. അപ്പോൾ പ്ലോട്ടിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? പ്ലോട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത് 13,90,000 ആണ്. 13,90,000 ആണ്. ഓക്കെ, ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് നമുക്ക് ചോദ്യത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. സെല്ലിംഗ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് എമൗണ്ട് എത്രയാണ്? സെല്ലിംഗ് എക്സ്പെൻസ് എമൗണ്ട് 90,000 ആണ് തന്നിരിക്കുന്നത്. 90,000. അപ്പോൾ 13,90,000 നിന്നും 90,000 രൂപ മൈനസ് ചെയ്യുമ്പോൾ 13 ലക്ഷം വരുന്നു. അപ്പോൾ എളുപ്പമായി നമുക്കത് മൈനസ് ചെയ്യാനായിട്ട്. ഓക്കെ, 13 ലക്ഷം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് നമുക്ക് പതിവ് പോലെ നമ്മൾ കുറയ്ക്കുന്നു. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 6 lakh. അങ്ങനെ 13 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 7 lakh വരും. അത് നമ്മൾ സെക്കൻഡ് കോളത്തിലേക്ക് എഴുതും. ഓക്കെ, 7 lakh. 13 നിന്ന് 6 കുറയ്ക്കുക. അപ്പോൾ 7 ലക്ഷം വരുന്നു. 7 ലക്ഷം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട്. 4,90,000 ഇല്ല, 4,90,000,
പിന്നെ എത്രയാണ് 1,95,000, ദെൻ പിന്നെ 7 ലക്ഷം. അത് മൂന്നുകൂടി കൂട്ടുമ്പോൾ എന്ത് വരും? അതാണ് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ അതാണ്. അങ്ങനെ ഒക്കെ കൂടി കൂട്ടുമ്പോൾ വരുന്ന എമൗണ്ടാണ് 13,80,000. 13,85,000 ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ, ഈ പ്രോബ്ലത്തിൽ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ. ഇനി അതിൽ നിന്ന് എക്സംഷൻ നമ്മൾ മൈനസ് ചെയ്യണം. 54 EC പ്രകാരം നമുക്ക് ആദ്യത്തെ എക്സംഷൻ നോക്കാം. എന്താണ്? NHAIL, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോണ്ടുകൾ വാങ്ങിച്ചിരിക്കുന്നത്. എത്ര ലക്ഷം രൂപയ്ക്ക്? 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. 3 ലക്ഷം. ഓക്കെ. ഇനി അതിനുശേഷം RECL, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബോണ്ടുകൾ വാങ്ങിച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്ക്? 2,40,000. അങ്ങനെ മൊത്തം നമുക്ക് 5,40,000 രൂപയുടെ ബോണ്ടുകൾ നമ്മൾ സ്പെസിഫൈഡ് സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ 5,40,000. ഓക്കെ. 5,40,000 കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 13,80,000 നിന്നും 5,40,000 മൈനസ് ചെയ്യാം. അപ്പോൾ 8,45,000 രൂപ വരും. ഓക്കെ. 13,85 നിന്നും 5,40 കുറയ്ക്കുമ്പോൾ 8,45 വരും. ഇനി 8,45 ഇനി നമുക്കുണ്ട്. നമ്മളിനി എത്ര രൂപയാണ് നമ്മൾ പുതിയ അസറ്റ് വാങ്ങാൻ വേണ്ടി, വീട് വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചത്? 10 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് 13,80,000 നമുക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, നെറ്റ് കൺസിഡറേഷൻ കംപ്ലീറ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യണം. നെറ്റ് കൺസിഡറേഷൻ ഏതൊക്കെയാണ്? നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ കേസിൽ നെറ്റ് കൺസിഡറേഷൻ 7,90,000 ഗോൾഡിൻ്റെ കേസിൽ. സെക്യൂരിറ്റിയുടെ കേസിൽ നെറ്റ് കൺസിഡറേഷൻ 3,95,000. പ്ലോട്ടിൻ്റെ കേസിൽ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ 13 ലക്ഷമാണ്. ആ 3 എമൗണ്ടുകൾ കൂട്ടിയെടുക്കുക. ആ 3 എമൗണ്ടുകൾ കൂട്ടിയെടുക്കുമ്പോൾ 7,90,000, 3,95,000, 13 ലക്ഷം കൂടി കൂട്ടുമ്പോൾ 24,80,000 നെറ്റ് കൺസിഡറേഷൻ. പുതിയ വീടിൻ്റെ വില എത്രയാണ്? 10 ലക്ഷമാണ്. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 13,80,000. അപ്പോൾ 13,80,000 രൂപ നമുക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, 24,80,000 ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 24,80,000 കുറവാണ് പുതിയ വീട് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു 13,80,000 ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് 10 ലക്ഷം ഡിവൈഡ് ബൈ നെറ്റ് കൺസെഷൻ 24,80,000. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 5,57,344 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഈ എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 8,40,000 കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 2,87,656. 2,87,656 ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ഇതാണ് നമ്മുടെ 54 ECയും 54Fഉം വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ EC വരാനുള്ള കാരണം NHAIലും RECLൻ്റെയും ബോണ്ടുകൾ വാങ്ങിച്ചു, അതാണ് EC വരാനുള്ള കാരണം. 54F വരാനുള്ള കാരണം എന്താ? റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ല വിറ്റത്, എന്നിട്ട് വാങ്ങിച്ചതോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ 2 സെക്ഷനുകൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇതാണ് നമ്മുടെ പ്രോബ്ലം നമ്പർ 10 അല്ലേ? പ്രോബ്ലം നമ്പർ 10 ഇതാണ് നമ്മുടെ ഇതിലേക്കുള്ള ആൻസർ കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ. താങ്ക് യു.